ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്, നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു കാര്യമായിരിക്കും നമ്മുടെ വീഡിയോക്ക് കോപ്പിറൈറ്റ് പ്രോബ്ലം വരിക എന്നുള്ളത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഈ ഒരു ചാനലിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഞാനൊരു മ്യൂസിക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് പബ്ലിക് ആക്കിയ ശേഷം പിന്നെ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ മോണിറ്റൈസേഷൻ ഓഫ് ആണ്. ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് നല്ല ആലോചിച്ച് നോക്കുക. അതുപോലെ നിങ്ങൾ ലൈക്ക് ആ ഭാഗത്ത് ബെൽ ബട്ടൺ അമർത്തിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റ് ഒക്കെ ഇതിൽ ചെയ്യുക. അപ്പൊ സ്വാഭാവിക ഇപ്പൊ പ്രോബ്ലം ആയിട്ട് പറയുന്നത് കോപ്പിറൈറ്റ് ക്ലെയിം ആ ഒരു മ്യൂസിക്കിന് ഉണ്ടായിരുന്നു എന്നാണ്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് ഒഴിവാക്കണം, ആ ഒരു ഭാഗം തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പൊ അതിൽ നമ്മളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമൊക്കെ കട്ടായി പോകും. അതല്ലെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വന്ന ആ ഒരു ഭാഗം മ്യൂട്ട് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷെ മ്യൂട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നതും മ്യൂട്ടാകും, ബാക്ക്ഗ്രൗണ്ടിലുള്ള മ്യൂസിക്കും മ്യൂട്ടാവും. നമുക്ക് വേണ്ടത് മ്യൂസിക് മ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അത് മ്യൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ആ ഒരു ഭാഗത്ത് നമ്മൾ സംസാരിക്കുന്ന സ്വന്തം ഓഡിയോയും മ്യൂട്ടാകും. അപ്പൊ പ്രേക്ഷകർക്ക് അതിൽ നിന്ന് യാതൊരു കാര്യമില്ലല്ലോ. നമ്മളിങ്ങനെ അത് കേൾക്കാതെ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ അതിൽ കാര്യമില്ലല്ലോ. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം ഓഡിയോ തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കോപ്പിറൈറ്റ് ക്ലെയിം റിമൂവ് ചെയ്യുമ്പോൾ യൂട്യൂബ് അഡീഷണൽ ഫീച്ചേഴ്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. നമ്മൾ മ്യൂസിക് മാത്രമായിട്ടൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ ട്രിം ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്പ്യൂട്ടും കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഒരു വീഡിയോക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വന്നു എന്നതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പോയി വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പലരും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് വ്യൂസ് ഒക്കെ വന്ന ഒരു വീഡിയോ ആണെങ്കിൽ കോപ്പിറൈറ്റ് ക്ലെയിം വന്നു എന്നതുകൊണ്ട് ടെൻഷൻ അടിച്ചിട്ട് അപ്പം തന്നെ പോയിട്ട് വീഡിയോ പലരും ഡിലീറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഏതെല്ലാം ഭാഗങ്ങളിലാണ് കോപ്പിറൈറ്റ് ക്ലെയിം വന്നിട്ടുള്ളത് അവിടെയൊക്കെ പോയിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പൊ ഇനി മുതൽ ഈ ഒരു ഓപ്ഷൻ കൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ആക്ഷൻ എടുക്കാൻ. അപ്പൊ നമുക്ക് എന്തെല്ലാം ഓപ്ഷൻ കോപ്പിറൈറ്റ് ക്ലെയിമുമായി ബന്ധപ്പെട്ടിട്ട് യൂട്യൂബ് നൽകിയിട്ടുണ്ട്, ഈ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതും നോക്കാം. ഇവിടെ ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരൊറ്റ വീഡിയോക്ക് മാത്രമാണ് മോണിറ്റൈസേഷൻ ഇൻഎലിജിബിൾ എന്ന് കാണുന്നത്. ഈ ഒരു പ്രോബ്ലം എന്തുകൊണ്ടാണ് എന്നറിയുന്നതിന് വേണ്ടി നമുക്ക് റൈറ്റ് സൈഡിൽ കാണാം കോപ്പിറൈറ്റ് എന്നുള്ള പ്രോബ്ലം. അപ്പൊ ഈ ഒരു കോപ്പിറൈറ്റ് വന്നത് കൊണ്ടായിരിക്കും ഇൻഎലിജിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടതുണ്ട്. അപ്പൊ കോപ്പിറൈറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സി ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു സി ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോപ്പിറൈറ്റുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയും. നമ്മുടെ ചാനലിനെ എഫക്ട് ചെയ്യുന്നില്ല, വീഡിയോയുടെ വിസിബിലിറ്റിയെ ഒന്നും ബാധിക്കുന്നില്ല. പക്ഷെ മോണിറ്റൈസേഷൻ ഇൻഎലിജിബിൾ ആണ്. ചില രാജ്യത്തൊക്കെ ബാൻ ആയിരിക്കും വിസിബിലിറ്റി. പക്ഷെ ഇവിടെ മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമാണ് പ്രോബ്ലം ഉള്ളത്. ഏത് മ്യൂസിക്കിനാണ് എന്നുള്ളതൊക്കെ ഇവിടെ നമുക്ക് കാണാം. ഇപ്പോൾ കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ റൈറ്റ് സൈഡിൽ സി ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ എത്ര സമയം മുതൽ എത്ര സമയം വരെയാണെന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പൊ ഇപ്പോൾ നമുക്ക് പുതിയൊരു പേജ് കണ്ടന്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ഏത് മ്യൂസിക്കിനാണ്, ഏത് സമയം മുതൽ ഏത് സമയം വരെ എന്നുള്ളതാണ്. ഏകദേശം 1 മിനിറ്റ് 40 സെക്കൻഡ് മുതൽ 5 മിനിറ്റ്, ഏകദേശം വീഡിയോയുടെ അവസാനം വരെ എനിക്ക് കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ട്. മോണിറ്റൈസേഷൻ ഓഫ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സമയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് കോപ്പിറൈറ്റ് ഒരു വീഡിയോയിൽ തന്നെ കൂടുതൽ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ കാണാൻ കഴിയും, ഏത് സമയം മുതൽ ഏത് സമയം വരെ ആണെന്നുള്ളത്. എന്തായാലും താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ടേക്ക് ആക്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതായത് നമുക്കിത് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടതുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത്. ഇവിടെ 4 ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ എന്നുള്ളത് ഇറേസ് സോങ് എന്നുള്ളതാണ്. അതായത് നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വന്നിട്ടുള്ള സോങ് ഇറേസ് ചെയ്യാം. അവിടെ നമുക്ക് നമ്മുടെ വോയിസും ഇറേസ് ചെയ്യാം, കോപ്പിറൈറ്റ് ക്ലെയിം വന്ന സോങ് രണ്ടും ഒരുമിച്ച് മ്യൂട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സോങ് മാത്രം ഇറേസ് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ റീപ്ലേസ് സോങ് എന്നുള്ളതാണ്. ഇതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ. അതായത് നമുക്ക് വേറെ മ്യൂസിക് അവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഈ കോപ്പിറൈറ്റ് ക്ലെയിം വന്ന മ്യൂസിക് ഒഴിവാക്കി അതേ സമയത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേറെ മ്യൂസിക് ആഡ് ചെയ്ത് ലൈവായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ എന്നുള്ളത് ട്രിം ചെയ്യാണ്. നമുക്ക് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുക.
നമുക്ക് ആ മ്യൂസിക്കും ഓഡിയോയും ഉള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് ആ ഒരു വീഡിയോ തന്നെ കട്ട് ചെയ്തിട്ടും ട്രിം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണെന്ന് പറയാം. നാലാമത്തെ ഓപ്ഷൻ ഡിസ്പ്യൂട്ട്. നമുക്ക് ഡിസ്പ്യൂട്ട് പോകാം. അതായത് നമ്മൾ ഉപയോഗിച്ച മ്യൂസിക് നമ്മുടേത് തന്നെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്യൂട്ടിന് പോകാം. അത് ഒരു 30 ദിവസമൊക്കെയാണ് അതിൻ്റെ ഒരു ടൈം പറഞ്ഞിട്ടുള്ളത്. ഇൻ കേസ് നമ്മൾ അതിൽ പരാജയപ്പെടുകയാണെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഒന്നും കിട്ടുന്നതല്ല. എന്തായാലും നാലാമത്തെ ഓപ്ഷന് അതാണ്. അപ്പൊ ഇവിടെ നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ആ ഒരു മ്യൂസിക് ഇറൈസ് ചെയ്യാണ്. അപ്പൊ ഞാൻ ഇറൈസ് സോങ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ 2 ഓപ്ഷനാണ് വന്നിട്ടുള്ളത്, ഇറൈസ് സോങ് എന്നുള്ളത്. ഇതാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതിന് ഇറൈസ് സോങ് എന്ന് പറയുമ്പോൾ ആ കോപ്പിറൈറ്റ് വന്നിട്ടുള്ള സോങ് മാത്രമാണ് ഞാൻ ഇവിടുന്ന് ഇറേസ് ചെയ്യുന്നത്, ഒഴിവാക്കുന്നത്, മായ്ച്ചു കളയുന്നത് എന്നൊക്കെ പറയാം. താഴത്തെ ഓപ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വോയിസും അതിൽ പോകും. ഇവിടെ ഫസ്റ്റ് ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇറേസ് സോങ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ക്ലെയിം വന്നിട്ടുള്ള ആ ഒരു മ്യൂസിക് മാത്രമേ പോവുകയുള്ളൂ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ സൗണ്ട്, അവിടെയുള്ള ക്ലെയിം വന്ന സോങ്ങും പോകും, ഒറിജിനൽ വോയിസും പോകും. അപ്പൊ ഞാൻ ഫസ്റ്റിലെ ഓപ്ഷൻ ഇറേസ് സോങ് എടുത്തിട്ട് നമ്മൾ സേവ് കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതായത് ഇതിന് കുറച്ച് മിനിറ്റുകൾ എടുക്കും. അതുപോലെ ഇത് കംപ്ലീറ്റ് ആകുന്നത് വരെ പഴയ വേർഷനിൽ തന്നെയാണ് പ്ലേ ആവുക. ഓട്ടോ ഡബ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും റീജനറേറ്റർ ആവും. അതുപോലെ ഇത് സക്സസ്ഫുള്ളി അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ മോണിറ്റൈസേഷൻ ഓക്കെ ആകുന്നതാണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. നമ്മൾ അവിടെ ടിക്കറ്റ് കൊടുക്കുക. ശേഷം നമ്മൾ എന്ത് ചെയ്യാം, കൺഫേം ചേഞ്ച് എന്നുള്ള ഓപ്ഷൻ നമ്മളത് കൺഫേം ചെയ്യാണ്. അപ്പോൾ കൺഫേം കൊടുക്കുക. അപ്പോൾ അത് പ്രോസസ്സിങ് ആയിട്ടുണ്ട്, ഓട്ടോമാറ്റിക് ആയിട്ട് ആയിക്കോളും. ഇത് കംപ്ലീറ്റ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ബാക്ക് അടിച്ച് പോരാം. അപ്പോൾ യൂട്യൂബ് ഓട്ടോമാറ്റിക് ആയിട്ട് അത് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുമ്പോൾ എഡിറ്റ് പ്രോസസ്സിങ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് കാണാം. അതുപോലെ മോണിറ്റൈസേഷൻ ഇൻഎലിജിബിൾ ആണ്, ചെക്കിംഗ് 1 ഫൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് പ്രോസസ്സിങ് ആയി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞാൽ നിങ്ങളുടെ നെറ്റിന്റെ ഒക്കെ സ്പീഡിനനുസരിച്ചിട്ട് അത് മാറുന്നതാണ്. അപ്പൊ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് കാണാം അത് പോയിട്ടുണ്ട്. ചാനൽ വിസിബിലിറ്റി, മോണിറ്റൈസേഷൻ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ എനിക്കത് ഓക്കെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഒരു കോപ്പിറൈറ്റ് ക്ലെയിം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ റിമൂവ് ചെയ്യാമെന്നുള്ളത് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങൾക്ക് യൂട്യൂബ് സംബന്ധമായിട്ട് എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.